ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബിബീസ് വ്ലോഗ്. സോ ഞാൻ കുറേ നാളായില്ലേ വ്ലോഗ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിത്ത് മൈ ഷെഫ് ആദി. ഇന്നാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കണം. ഇന്ന് ഫിഷ് ഫ്രൈ, പിന്നെന്താ മോരറി, വൻപയർ. സമയം നമ്മൾ എണീറ്റ സമയം 1:20. നമ്മൾ എണീറ്റപ്പോൾ 1 മണിയായി. ഓക്കെ, ഞാൻ നമ്മുടെ വണ്ടി കാണിച്ചു തരാം. ഇതെൻ്റെ സ്വിഫ്റ്റ് ബേബി. ഫുള്ള് പൊടിയൊക്കെ എടുക്കാൻ സർവീസിലാണ് നമ്മൾ പോണത്. ആരാറ്റൻ നമ്മൾക്ക് ഞാൻ വണ്ടി സർവീസ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല. നമുക്ക് എന്തായാലും അടുത്ത ദിവസം തന്നെ ചെയ്യണം. നമ്മൾ ഏതെങ്കിലും മേടിക്കുക അയിലാണോ? ഗൈസ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാം. നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കഴിക്കണം. മതിയോ? ആദ്യം സെർച്ചിങ് വൻപയർ. അതല്ലേ വൻപയർ? കടലയാണ്. വൻപയർ കിട്ടി. പാല് കഴിഞ്ഞു. എനിക്ക് സുഖത്തിന് കുറവൊന്നുമില്ല. ഞാൻ ആയി പറഞ്ഞേ വ്ളോഗാ. പോവാം ഗൈസ്. നമ്മളങ്ങനെ സാധനമൊക്കെ മേടിച്ചു. നമ്മൾ റൂമിലെത്തി. ബിബീസ് വ്ളോഗ്. പോവാം. സോറി, വ്ളോഗിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഷേക്ക് ഉണ്ടാക്കും, അവൻ മീൻ വറക്കും, ചോറുണ്ടാക്കും. ഗൈസ്, ആദ്യം അങ്ങനെ കുക്ക് അതെന്താ വൻപയർ ഫിഷ് മീനൊക്കെ എന്തിപ്പോ ചട്ടിക്കകത്തിട്ട് മീൻ കഴുകണം. ഗൈസ്, ഇതെന്താ നമ്മള് വീട്ടിൽ തന്നെ നട്ടു വെച്ചേക്കോ കാര്യത്തില്ല. ഗൈസ്, മീനൊക്കെ ഉണ്ടോ? നല്ല ഫിഷ്. നമ്മളിന്ന് അയില വറുത്ത കൂട്ടി അടിക്കും അല്ലേ ഗൈസ്? ഞാനങ്ങനെ കുറേ നാളായി ഞാനിപ്പോൾ ഒരു ലെങ്തി വ്ലോഗ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലെങ്തി വ്ലോഗ് ഇടാന്ന് വിചാരിച്ചു. ഗൈസ്, 2 മണിയായിട്ടും എണീക്കാത്ത ഒരുത്തിനെ ഞാൻ കാണിച്ചു തരാം. എന്ത് സുഖമായിട്ട് അവൻ ഉറങ്ങണേന്ന് നോക്കിയ. എണീറ്റടാ. ഗൈസ്, ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളു. പഠിക്കുവാണോടാ? ഗൗതം വ്ലോഗ് എടുക്കുവാന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി സവാള എന്നാണ്ടൊക്കെ ഇരുന്നായിരിക്കും കേട്ടോ. എന്നാടാ നീ മണിയെടുക്ക? വെളുത്തുള്ളി. ഇത് ബിബിയുടെ സബ്സ്ക്രൈബ്സിനോട്ട് ഇപ്പൊ മീൻ കഴുകുമ്പോ എപ്പോഴും നമ്മൾ ഇവിടുത്തെ ഈ കറുപ്പ് സാധനം മൊത്തം. അയ്യോ, അത് പുതിയ ഫ്രഷ് അറിവ്. ബിബിയുടെ വ്ളോഗിലുള്ളവർക്ക് പ്രത്യേകം മീൻ കഴുകുമ്പോ കറുത്ത സാധനം എടുത്ത് കളയണം. ജോലി പറഞ്ഞോണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവൻ പറഞ്ഞത് ഇവൻ അരിയണത് വ്ളോഗിൽ ഇടണം. അരിയണത് ഇപ്പൊ എന്തായാലും വ്ളോഗിൽ ഇട്ടേക്കാം. ഫിഷ് മസാല. എന്താ മസാല? ഫിഷ് മസാല. ഓക്കെ, അതെ, കട്ടപ്പന ആദ്യം കൊണ്ടുവന്നു. ഫിഷ് മസാല, ചില്ലി പൗഡർ. നമ്മളിന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോകണോ? 1.5 ടീസ്പൂൺ. 1.5 ടീസ്പൂൺ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി.
കുറച്ച് മഞ്ഞപ്പൊടി. കണ്ടോ, സീഡ് ഇല്ലാതെ നോക്കണം. എക്സ്ക്യൂസ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എന്താ കരിവേപ്പില കിട്ടും? കറിവേപ്പില ഇട്ട് നേരെ വെക്കാം. നമുക്ക് ബ്ലെൻഡർ മാത്രമേ ഉള്ളൂ, മിക്സി ഇല്ല. ഇത് ഈ വീഡിയോ കണ്ട ആരെങ്കിലും നമുക്കൊരു മിക്സി സ്പോൺസർ ചെയ്ത് തന്നെ. നമ്മളിപ്പോൾ ഓക്കെ, അത് ബ്ലെൻഡായിട്ടോ കാണിച്ചു കൊടുക്കും. യെസ്, മസാല സെറ്റ്. ഒക്കെ റെഡിയാ. മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തേക്കണം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ എണ്ണ വെച്ച് ഇനിയിപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ഫിഷ് ഇടാം. നമ്മളങ്ങനെ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ച് 2 മീൻ ഇടാൻ പറ്റുമായിരിക്കും. മതി. മീൻ്റെ 1 സൈഡ് റെഡിയായി അല്ലേ? ഗൈസ് ഫൈനലി നമ്മുടെ ഫുഡ് റെഡിയായി. എടാ ആദ്യം ഫുഡ് എങ്ങനെയുണ്ട്? ആദ്യം എടുത്ത് വയ്ക്കണ്ട. ഫുഡ് എങ്ങനെ ഉണ്ടോ അല്ലേ? നമ്മള് ഫുഡ് എങ്ങനെ ഉണ്ടോ? അടിപൊളിയാണോ? ഗൈസ് ഞാനങ്ങനെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് കഴിച്ചു കേട്ടോ. ബൈ.